അച്ഛാ. കണ്ണുകൾ അടച്ചു കിടന്ന അയാൾ ദേവന്റെ വിളി കേട്ട് കണ്ണുകൾ തുറന്നു. ഗൗരവത്തിൽ അയാളൊന്നു മൂളി. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ല. അങ്ങനെ പറയല്ലേ അച്ഛാ. അളിയാ. മനുവിനെ കണ്ടതും അയാൾ ചാടി എണീറ്റു. നീയോ? നിനക്കെവിടുന്ന് കിട്ടി ഇത്രയും ധൈര്യം? എൻ്റെ മോൻ്റെ രജിസ്റ്റർ മാരേജ് നടത്താൻ നിന്നെ ആരാ ചുമതലപ്പെടുത്തിയത്? അളിയ, അവൻ്റെ മനസ്സ് അളിയൻ കാണാതെ പോയതുകൊണ്ടല്ലേ എനിക്കങ്ങനെ ചെയ്യേണ്ട വന്നത്. എന്നെങ്കിലും അളിയൻ ഞങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സ് കണ്ടിട്ടുണ്ടോ? എനിക്കാരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണ്ട. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ കണ്ടെത്തിയ കുട്ടി, അവളാണ് ഈ വീടിൻ്റെ മരുമകൾ. അത് നടക്കില്ല അച്ഛാ. ഞാൻ കിട്ടിയ പെണ്ണാണ് ഈ വീടിൻ്റെ മരുമകൾ. അതിനി അച്ഛൻ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും. ദേവൻ പറഞ്ഞു തീരും മുന്നേ അയാൾ അവൻ്റെ കവിളിൽ ആഞ്ഞടിച്ചിരുന്നു. തൊട്ടു പോകരുതെൻ്റെ കുഞ്ഞിനെ. നിങ്ങൾക്കെപ്പോഴും നിങ്ങളുടെ കാര്യം മാത്രം. ഇന്ന് വരെ താലി കെട്ടിയ പെണ്ണിൻ്റെ മനസ്സ് പോലും കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ നിങ്ങൾ? എൻ്റെ ചേച്ചി, ആ പാവം ഇവിടെ കിടന്ന് നരകിക്കുന്നത് കണ്ടു നിൽക്കാനേ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. എൻ്റെ അവസ്ഥ മറിച്ചായിരുന്നെങ്കിൽ എന്നേ ഞാൻ എൻ്റെ ചേച്ചി ഇവിടുന്ന് കൊണ്ടുപോയേനെ. എന്നാലും ഒരുപക്ഷെ നിങ്ങളെ പേടിച്ച് ആ പാവം വരുമായിരുന്നില്ല. നിങ്ങൾ ശരിക്കും ഒരു നീചനാണ്. മനു, അലറണ്ട. സത്യം തന്നെയാണ് പറഞ്ഞത്. നിങ്ങളെപ്പോലെ ഒരിറ്റ മനസ്സലിവ് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. നിങ്ങൾ ദൈവത്തിന് പറ്റിയൊരു അബദ്ധമാണ്. അതേടാ, ഞാൻ നീചൻ തന്നെയാണ്. എൻ്റെ ഭാര്യയും മക്കളും ഞാൻ പറയുന്നത് വേണം അനുസരിക്കാൻ. ഈ കുടുംബം ഞാൻ പറയുന്നത് പോലെ വേണം മുന്നോട്ട് പോകാൻ. അതിന് തടസ്സം നിൽക്കുന്നത് എന്തായാലും വേരോടെ പിഴുതെറിയും ഞാൻ. അച്ഛൻ്റെ മക്കളാണ് ഞങ്ങൾ, അല്ലാതെ അടിമകളല്ല. ഞങ്ങൾക്കുണ്ട് ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ. ദേവന്റെ ശബ്ദമിടറി. സ്വപ്നം? ഥൂ. കുടുംബത്തിൻ്റെ മാനം കളഞ്ഞു കുളിക്കുന്ന ഒരു സ്വപ്നവും ആഗ്രഹവും ഞാൻ നടത്തില്ല. അതിന് തടസ്സമായി നിന്നാ നിന്നെയും ഞാൻ ഇല്ലാതാക്കും. അയാളുടെ ഭാവം കണ്ട മനു ഒരു നിമിഷം എന്തോ ചിന്തിച്ചു. ഒരൊറ്റ കുതിപ്പിന് അയാളുടെ കോളറിൽ പിടുത്തമിട്ടു. പറയടോ, എൻ്റെ കുഞ്ഞിനെ എന്ത് ചെയ്യാനാ തൻ്റെ പ്ലാൻ? അയാളുടെ കണ്ണുകൾ ഇടുങ്ങി. നിന്റെ കുഞ്ഞോ? അയാൾ മനുവിൻ്റെ കൈ തട്ടിത്തെറിപ്പിച്ചു. അങ്കിളെ. വൈശുവിൻ്റെ പരിഭ്രാന്തി നിറഞ്ഞ ശബ്ദം. മോളെ. ദേവൻ അവളുടെ അടുത്തേക്ക് പാഞ്ഞു. എന്താ മോളെ? അവളുടെ മുഖം പേടികൊണ്ട് വിളറിപ്പോയിരുന്നു. ഏട്ടാ, അച്ഛൻ ചേച്ചിയെ കൊല്ലാൻ ആളെ ഏർപ്പാടാക്കി. വിറച്ചു പോയവൻ. അത് കേട്ടതും മനു കൈവീശി അയാളുടെ കരണത്ത് മാറി മാറി അടിച്ചു. മനുവിനപ്പോ സകല നിയന്ത്രണവും നശിച്ചു പോയിരുന്നു. മനുവിനെ പ്രതിരോധിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. എടോ, എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാ കൊന്നു കളയും ഞാൻ തന്നെ. അങ്ങനെയെങ്കിലും 3 ജന്മങ്ങൾ സമാധാനത്തോടെ കഴിയട്ടെ എന്ന് വയ്ക്കും ഞാൻ. മനു അയാളെ സിറ്റിയിലേക്ക് പിടിച്ചെറിഞ്ഞു. കണ്ണാ, മോൾ ഹോസ്പിറ്റലല്ലേ? വാടാ, നമുക്ക് പോകാം. സെറ്റിയിൽ കിടന്ന അയാൾ ചാടി എണീറ്റു. കുഞ്ഞ്, മോള്, ഏത് വകയിലാടാ നിനക്കവൾ മോളായത്? അയാൾ ചീറി. അവൾ എൻ്റെ കുടുംബം മുടിക്കാൻ പിറന്ന വിഷവിത്ത. അവൾ ഇനി വേണ്ട. ഈ ഭൂമിക്ക് ഭാരമായി അവൾ ഇനി വേണ്ട. ഭ്രാന്ത് പിടിച്ചവനെ പോലെ അയാൾ അലറി. ഛീ, നിർത്തടോ. താനൊക്കെ മനുഷ്യജന്മം തന്നെയാണോടോ? ഇന്നത്തെ കാലത്തും ദുരഭിമാനം കൊണ്ടു നടക്കുന്ന ദുഷ്ടജന്മം. എടോ, തൻ്റെ മോൻ
അവൻ ഇഷ്ടമുള്ള കുട്ടിയെ കെട്ടി ജീവിക്കാനുള്ള അവകാശമുണ്ട്. ജനിപ്പിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ അവനത് നിഷേധിക്കരുത്. താനല്ല, അവനാണ് ജീവിക്കേണ്ടത്. അച്ഛൻ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയോടോ തനിക്ക്? ആദ്യം മക്കളെ മനസ്സിലാക്കി അവരെ സ്നേഹിക്കാൻ പഠിക്കേ. അവൻ എന്നെ അങ്കിൾ എന്ന് വിളിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ ഞാൻ അവൻ്റെ അച്ഛനാടോ. അറിയോ തനിക്ക്? തന്നോട് പറയാൻ കഴിയാത്തത് എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് പറയും. താൻ ചോദിച്ചല്ലോ, എൻ്റെ കുഞ്ഞോ, എൻ്റെ മോളോ എന്ന്. അതേടോ, അവൾ എൻ്റെ മോളാ, എൻ്റെ ചോര. മനു അലറി. വിഷ്ണുവർദ്ധൻ അമ്പരന്ന് നിന്നുപോയി. തന്നെ പോലെ വെറി പൂണ്ട മറ്റൊരു ചെന്നായ എൻ്റെ ജീവിതം കശക്കി എറിഞ്ഞില്ലെങ്കിൽ ഇവൻ്റെ മുറപ്പെണ്ണായി ഇവിടെ വളരേണ്ട എൻ്റെ കുഞ്ഞ്. മനു അലറി വിളിച്ചതും അകത്തു നിന്നും ദേവൻ്റെ അമ്മ ഇറങ്ങി വന്നു. മനു, എന്തൊക്കെയാ മോനെ നീ വിളിച്ചു പറയുന്നത്? സത്യം, സത്യമാണ് ചേച്ചി. എൻ്റെ അന്നയെ കാണാതെ ഞാൻ വേദനിച്ച് കിടക്കുമ്പോൾ അവൾ എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചിരുന്നു. ഇതുപോലെ ആവശ്യത്തിലധികം അഹങ്കാരം തലയ്ക്ക് പിടിച്ച ആ മൃഗം എൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് കളഞ്ഞു. പക്ഷേ ദൈവം കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. സാറാ മാനുവൽ എന്ന സ്ത്രീ, ദൈവത്തിൻ്റെ മാലാഖ, അവർ ഏറ്റെടുത്തു എൻ്റെ കുഞ്ഞിനെ. കണ്ണിലെ കൃഷ്ണമണി പോൽ അവരെൻ്റെ കുഞ്ഞിനെ വളർത്തി. അവളാണ് കണ്ണൻ മോഹിച്ച പെണ്ണ്, എൻ്റെ ചോര. അവളെയല്ലാതെ വേറെ ആരെയാ ചേച്ചി എൻ്റെ കണ്ണൻ സ്നേഹിക്കേണ്ടത്? നമ്മളൊന്നും അറിഞ്ഞില്ല. ദൈവം കൂട്ടിച്ചേർത്തതാ ഇവരെ. അതിനെ ഒരു വിഷ്ണുവർദ്ധൻ്റെയും തീരുമാനത്തിൽ പൊലിഞ്ഞു പോകില്ല. അങ്ങനെ ആരും കരുതുകയും വേണ്ട. എൻ്റെ കുഞ്ഞ് എൻ്റെ കണ്ണനുള്ളതാ. അവൾ ഇവിടെ ഈ വീട്ടിലെ മരുമകളായി തന്നെ ജീവിക്കും. എൻ്റെ ജീവിതം എല്ലാവരും കൂടി കളഞ്ഞിട്ട് ഇപ്പൊ കണ്ടോ, ഞാനും എൻ്റെ അന്നയും ഒന്നിച്ചില്ലേ? അതുപോലൊരവസ്ഥ എൻ്റെ കുട്ടികൾക്കുണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ അത് ഞാൻ സമ്മതിക്കില്ല. അമ്മേ, അച്ഛൻ പീറ്റർ എന്നൊരാളെ വിളിച്ചു. ആ ചേച്ചി നാളെ ഉണ്ടാകരുതെന്ന് പറഞ്ഞു. കണ്ണുകൾ നിറച്ചുകൊണ്ട് വൈശു പറഞ്ഞു. അവരുടെ കണ്ണിൽ തീ ആളിക്കത്തി. അവർ അയാളുടെ കോളറിൽ കൈ ചുരുട്ടിപ്പിടിച്ചു. മതിയായില്ലേ നിങ്ങൾക്ക്? നിങ്ങളുടെ തന്നെ മക്കളല്ലേ ഇത്? ഇവരുടെ ഇഷ്ടങ്ങൾ എന്നെങ്കിലും നിങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തിട്ടുണ്ടോ? മൃഗങ്ങൾക്ക് പോലും സ്വന്തം മക്കളോട് ഇതിലും സ്നേഹം ഉണ്ടാകും. നിങ്ങളൊരു മനുഷ്യനാണോ? നിങ്ങൾ ഇന്ന് മാറും, നാളെ മാറുമെന്നോർത്ത് ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഒരു ഭർത്താവിൻ്റെ സ്നേഹം, പരിഗണന, ഇതൊക്കെ നിങ്ങളിൽ നിന്ന് ഞാനും ആഗ്രഹിച്ചു. പക്ഷേ നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്നത് പോലും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു. എനിക്ക് നിങ്ങളോട് സ്നേഹമാണോ, വെറുപ്പാണോ, അതോ സഹതാപമാണോ എന്ന് പോലും അറിയില്ല. പക്ഷേ ഒന്ന് ഞാൻ പറയാം, ആ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഇത്രയും കാലം അടക്കി വെച്ച് ജീവിച്ച വസുന്ധരയാകില്ല നിങ്ങൾ കാണുക. ദേവാ, നിന്റെ പെണ്ണ് എവിടെയാണെങ്കിലും ഒരു പോറൽ പോലും ഏൽക്കാതെ പോയി കൊണ്ടുവാ. ഇവിടെ ഈ സോപാനം വീട്ടിൽ അവൾക്കുള്ള നിലവിളക്കുമായി ഞാൻ കാത്തിരിക്കും. കേട്ടോ നീ? ദേവന്റെ മുഖം വലിഞ്ഞു മുറുകി. അച്ഛാ, അച്ഛാ, അയാളെ വിളിക്കച്ചാ. ആ ചേച്ചിയെ ഒന്നും ചെയ്യില്ലെന്ന് പറയച്ച. അയാൾക്കപ്പോഴാണ് ബോധം വീണത്. അയാൾ പെട്ടെന്ന് ഫോൺ എടുത്തു. പക്ഷേ പീറ്ററിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു.
വിഷ്ണുവർദ്ധൻ എന്തു വേണമെന്നറിയാതെ തറഞ്ഞു നിന്നുപോയി. അത് മനസ്സിലാക്കിയ മനു പുറത്തേക്ക് പാഞ്ഞു. ഒപ്പം കാറ്റുപോലെ ദേവനും. മോളെ, മമ്മിക്ക് ഫുഡിന് ശേഷമുള്ള ടാബ്ലറ്റ് കൊടുത്തോ? ആ പപ്പ. മോളെ, നീ കഴിച്ചില്ലല്ലോ ഇതുവരെ. എനിക്ക് വിശപ്പില്ല പപ്പ. അതെന്താ എൻ്റെ മോൾക്ക് വിശപ്പില്ലാത്തത്? ഇച്ചായ, രാവിലെ മുതൽ ഈ റൂമിൽ തന്നെ ഇരുന്നിട്ട് കൊച്ചാകെ വല്ലാതായി. നിങ്ങളൊന്ന് വീട്ടിൽ പോയിട്ട് ഫ്രഷായി വാ. വരുന്ന വഴിക്ക് കഴിച്ചാൽ മതി. എന്നാ പിന്നെ വിട്ടേക്കാം അല്ലേടാ? അയ്യോ വേണ്ട പപ്പ, മമ്മിയെ തനിച്ചാക്കി. അത് സാരമില്ല, കുറച്ച് നേരത്തേക്ക് നമുക്കൊരു നഴ്സിനെ ഏർപ്പാട് ചെയ്യാം. എന്താ പോരെ? എന്നാലും പപ്പ, അത് മതി മോളെ. നീ ഒന്ന് പോയി റിലാക്സ് ചെയ്തു വാ. മമ്മി അപ്പോഴേക്കും ഒന്ന് മയങ്ങി തെളിയുകയും ചെയ്യും. ഓക്കെ ആണല്ലോ അല്ലേ? അതേന്ന്. പോയിട്ട് വാ മോളെ. എന്നാ നമുക്കങ്ങോട്ട് ഇറങ്ങാം അല്ലേ മോളെ? അവൾ മേശപ്പുറത്ത് നിന്നും ഫോൺ എടുത്ത് പോക്കറ്റിൽ തിരുകി. അത് സൈലന്റ് ആയിരുന്നുവെന്ന് അവൾ അറിഞ്ഞില്ല. വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ മുതൽ ദേവൻ അവളെ വിളിക്കുകയാണ്. എന്തായി കണ്ണ? എടുക്കുന്നില്ല അങ്കിൾ, പരിഭ്രാന്തിയോടെ ദേവൻ പറഞ്ഞു. മുന്നിലെ വണ്ടി പോകാതെ അവർക്ക് പോകാൻ കഴിയില്ല എന്നായി. മനു ഹോൺ നീട്ടിയടിച്ചു. ബ്ലോക്കാണ് സർ, പോകില്ല. മനുവിൻ്റെ നെഞ്ചിടിപ്പ് കൂടി. ദേവൻ വിരൽ കടിച്ചു. അങ്കിൾ, ഞാൻ പോകാം. മനു എന്തെങ്കിലും പറയും മുന്നേ ദേവൻ ഇരുട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അതെ, അത് തന്നെയാണ് നല്ലത്. ആലോചിച്ച് കളയാൻ ഒട്ടും സമയമില്ല. ശങ്കർ സ്റ്റിയറിംഗിൽ പിടിച്ച് പ്രാർത്ഥനയോടെ ഇരുന്നു. റൂം വാതിൽ തുറന്ന് മാനുവലും ജെന്നിയും പുറത്തേക്കിറങ്ങി. മോളെ, പപ്പ പോയി ഒരു നഴ്സിനെ വിളിച്ചിട്ട് വരാം. മോളിവിടെ നിൽക്ക്. ശരി പപ്പ. അയാൾ പോയതും അവൾ സാറയ്ക്കരികിൽ വന്നു. ഇന്നത്തെ കാര്യങ്ങൾ ഒന്നും തന്നെ പപ്പയോട് പറഞ്ഞില്ലല്ലോ മമ്മി. ഇപ്പൊ വേണ്ട മോളെ, സമയം പോലെ മമ്മി അത് പറഞ്ഞോളാം. മോള് വിഷമിക്കണ്ട. പപ്പ മോളുടെ ഇഷ്ടം മാത്രമേ കണക്കിലെടുക്കൂ. അപ്പോഴേക്കും ഒരു നഴ്സ് ഉള്ളിലേക്ക് വന്നു. കുട്ടി ചെല്ലു, സർ പുറത്തുണ്ട്. അവൾ തലയാട്ടി. പിന്നെ സാറയെ കെട്ടിപ്പിടിച്ചു. ഞാൻ പോട്ടെ? സാറ ചിരിച്ചു. ജെന്നി വാതിൽ ചെന്ന് വീണ്ടും തിരിഞ്ഞു. ഞാൻ പോട്ടെ മമ്മി. അവർക്കെന്തോ ഒരു വല്ലായ്മ തോന്നി. പോയിട്ട് വാ മോളെ എങ്കിലും അവർ പറഞ്ഞു. അവളുടെ നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. പുറത്ത് കാത്തു നിൽക്കുന്ന പപ്പയെ കണ്ട് അവൾ വാടിയൊരു പുഞ്ചിരി നൽകി. എന്താടാ, മമ്മിയെ ഓർത്താണോ? നമ്മൾ ഇപ്പം ഇങ്ങ് വരില്ലേ? മോൾ ശരിക്കും ടയേർഡായി. ഒന്ന് ഫ്രഷായി നമുക്കിങ്ങ് വരാലോ. പിന്നെന്താ? അവൾ അയാൾക്ക് നേരെ പുഞ്ചിരി തൂകി. പാർക്കിങ്ങിൽ നിന്നും കാറെടുത്ത് തിരിയുമ്പോൾ പെട്ടെന്ന് ബാക്കിൽ എന്തോ തട്ടി. മാനുവൽ പകച്ചു. ശ്രദ്ധിച്ചാണ് കാറെടുത്തത്. പിന്നെ ഇനി എന്താ? മോളെ, മോളിറങ്ങണ്ട, പപ്പയൊന്ന് നോക്കട്ടെ. ശരി പപ്പ, സൂക്ഷിക്കണേ. അയാൾ ഇറങ്ങി ബാക്കിലേക്ക് പോയി. പിന്നിലിരിക്കുന്ന ബുള്ളറ്റ് കണ്ട് അയാൾ അമ്പരന്നു. ഇങ്ങനെ ഒരെണ്ണം ഇവളുണ്ടായിരുന്നോ? കണ്ടില്ലല്ലോ. അയാൾ അത് പരിശോധന നടത്തി. മുന്നിൽ വച്ചിരിക്കുന്ന പരുന്തിൻ്റെ തലയില്ല. ഈശോയെ, അപ്പൊ നന്നായി തട്ടി. അയാൾ മൊബൈൽ ഫ്ലാഷ് തെളിച്ചു. നിലത്തെങ്ങും അതിൻ്റെ തല കണ്ടില്ല. നായിൻ്റെ മോനെ, നിനക്ക് കണ്ണ് കാണില്ലേടാ? പിന്നിൽ നിന്നും ഒരലർച്ച കേട്ടതും അയാൾ തിരിഞ്ഞു. അത് ആ ബുള്ളറ്റിൻ്റെ ഉടമയാകുമെന്ന് അയാൾ ഊഹിച്ചു. അത് ഞാൻ പെട്ടെന്ന് ബാഗ് എടുത്തപ്പോൾ ബുള്ളറ്റ് കണ്ടില്ല. കാണാതിരിക്കാൻ അത് കുന്നിക്കുരു ഒന്നും അല്ലല്ലോ, ആണോടാ? അയാൾ മദ്യപിച്ചിട്ടുണ്ട് എന്ന് മാനുവലിന് മനസ്സിലായി.
ഉടക്കിയ വള്ളിയാകുമെന്ന് അയാൾക്ക് തോന്നി. ചേട്ടാ, സോറി, ഞാൻ ചേട്ടന് എത്ര രൂപ വേണേലും തരാം. അയാളുടെ കണ്ണുകൾ ചുരുങ്ങി. നീ എത്ര തരും? അത് ചേട്ടൻ ചോദിച്ചോ. അയാൾ താടിയൊന്നൊഴിഞ്ഞു. ഞാൻ എന്ത് ചോദിച്ചാലും നീ തരുവോ? ചേട്ടൻ ചോദിക്ക്, എനിക്ക് പോയിട്ട് ഇത്തിരി ധൃതിയുണ്ട്. എന്നാ പിന്നെ ദേ ആ ഇരിക്കുന്ന മുതലിനെ എനിക്കിങ്ങ് തന്നേക്ക്. എന്നിട്ട് നീ എവിടേക്ക് വേണേലും പൊയ്ക്കോ, ഞാൻ നിന്നെ തടയില്ല. അയാൾ പറഞ്ഞതും മാനുവലിൻ്റെ കണ്ണുകൾ ജ്വാലയായി. എന്താടാ ചെറ്റി നീ പറഞ്ഞത്? എൻ്റെ കൊച്ചിനെ നിനക്ക്? ഉയർന്നു വന്ന ദേഷ്യത്തിൽ അയാളെ ആഞ്ഞടിച്ചുകൊണ്ട് മാനുവൽ ചീറി. നിലത്തേക്ക് വേച്ചു പോയ അയാൾ സ്പ്രിങ് അണക്കെ ചാടി നിവർന്നു. പൊട്ടിയ ചുണ്ട് ഉള്ളിലേക്ക് വലിച്ച് പുറത്തേക്ക് നീട്ടിത്തുപ്പി. കൊള്ളാലോ! അയാൾ പറന്നുയർന്നു. മാനുവലിൻ്റെ നെഞ്ചിൽ ചവിട്ടി. മാനുവൽ തെറിച്ചു വീണു. ശബ്ദം കേട്ട ജെന്നി കാറിൽ നിന്നും ഇറങ്ങി. അയ്യോ പപ്പ, എന്താടോ? ആരാടോ താൻ? എന്തിനാ താൻ എൻ്റെ പപ്പയെ തല്ലിയത്? അയാൾ കാതിൽ വിരലിട്ട് കറക്കി. ഞാൻ പീറ്റർ, പരുന്ത് പീറ്റർ എന്നാ അറിയപ്പെടുന്നത്. നിന്റെ തന്തയ്ക്ക് വല്ലാത്തൊരു ചൊറിച്ചിൽ, അതൊന്ന് തീർത്തു കൊടുത്തതാ. നിനക്കും ചൊറിയുന്നുണ്ടോ? ഞാൻ തീർത്ത് തരാം, വാ. വഷളം ചിരിയോടെ അവൻ അയാളെ നോക്കി. എടാ, നിന്നെ ഞാൻ... ജെന്നി വിരൽ കുത്തി ഉയർന്നു പൊങ്ങി. അവൻ്റെ കവിളിൽ കാലുകൊണ്ടടിച്ചു. അവൻ കറങ്ങി നിലത്തേക്ക് വീണു. ഓ, മോള് കരാട്ടയാണോ? അതറിഞ്ഞില്ല കേട്ടോ. കൊട്ടേഷൻ തന്നവൻ അത് പറഞ്ഞില്ല. അവളുടെ മുഖം ചുളുങ്ങി. കൊട്ടേഷനോ? അവൾ വിജിലൻ്റായി. അവൻ നിലത്തു നിന്നും ഡൈവ് ചെയ്ത് അവളുടെ അടുത്തെത്തി. കരാട്ടെ എനിക്കും വശമുണ്ട്, കേട്ടോടി. അവളുടെ കവിളിൽ ആഞ്ഞടിച്ചുകൊണ്ട് അവനൊന്ന് ചിരിച്ചു. നിലത്തേക്ക് വീണ ജെന്നിയെ മാനുവൽ താങ്ങി നിർത്തി. നീ ആരാ? എന്തിനാ ഞങ്ങളുടെ പിന്നാലെ വന്നിരിക്കുന്നത്? മാനുവൽ ചോദിച്ചു. എനിക്ക് വേണ്ടത് നിന്റെ മോളെയാണ്. അവളെ എനിക്ക് തന്നിട്ട് നീ പൊയ്ക്കോ. മാനുവൽ കാലുയർത്തി അയാളെ ചവിട്ടി. നിലത്ത് വീണ അയാൾ എണീറ്റ് നിന്ന് ബാക്കിൽ നിന്നും കത്തിയെടുത്തു. അത് കണ്ട് മാനുവൽ ജെന്നിയെ നോക്കി. മോളെ ജെന്നി, നീ കാറിൽ കയറിക്കോ. ഇല്ല, അയാൾ പപ്പ എന്തേലും ചെയ്യും. ഇത് ആരുടെയോ കൊട്ടേഷനാണെന്ന് അയാൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. കൊട്ടേഷനോ? ആരുടെ? അറിയില്ല പപ്പ. ചീറിയെടുത്ത പീറ്റർ ജെന്നിയുടെ നേരെ കത്തി വീശി. മോളെ! ഒരലർച്ചയോടെ മാനുവൽ അവളെ തള്ളി മാറ്റി. ഒപ്പം അയാളുടെ നിലവിളി ഉയർന്നു. പപ്പാ! മാനുവലിൻ്റെ കയ്യിൽ നിന്നും ചോര ചീറ്റി തെറിച്ചു. മാനുവൽ നിലത്തേക്ക് മുട്ടുകുത്തി. പപ്പ! ജെന്നി അയാളെ പിടിക്കാനാഞ്ഞു. മോളെ വേണ്ട, നീ പോ, അയാൾ അലറി. ഇല്ല, എൻ്റെ പപ്പയെ വിട്ടിട്ട് എനിക്ക് പോണ്ട. അവൾ സർവ്വദേഷ്യത്തോടെ അയാളെ നോക്കി. നീ എൻ്റെ പപ്പയെ? രൗദ്രഭാവത്തിൽ ചീറി വരുന്ന അവളെ കണ്ട് അയാൾ ഒന്ന് പതറി. ഓടി വന്ന ജെന്നി ഉയർന്നു ചാടി അയാളെ തുഴിച്ചെറിഞ്ഞു. പിന്നിലേക്കാഞ്ഞ അയാൾ അവളെ രൂക്ഷമായി നോക്കി. നിനക്കൊടുക്കത്തെ ധൈര്യമാണല്ലോടി. ആണുങ്ങളുടെ നേർക്ക് കൈ ഉയർത്തുവോ? നിന്നെ ഇന്ന്... അയാൾ അവളുടെ കവിളിൽ ആഞ്ഞടിച്ചു. നിവർന്നു നോക്കി അവളെ വീണ്ടും വീണ്ടും അയാൾ തല്ലി. അവളുടെ ചുണ്ടു പൊട്ടി. മോളെ! മാനുവൽ അയാളുടെ കാലിൽ പിടിച്ചു. മാനുവലിനെ അയാൾ ചവിട്ടി വീഴ്ത്തി. എടാ! ചീറിയ ജെന്നിയുടെ വയറ്റിൽ അയാൾ ആഞ്ഞിടിച്ചു. ഒറ്റയടിക്ക് നിന്നെ കൊന്ന എൻ്റെ ആണത്തത്തിന് ചീത്തപ്പേരാണ്. അതുകൊണ്ട് നിന്നെ എനിക്ക് വേണം. എൻ്റെ ആവശ്യം കഴിഞ്ഞ് എനിക്ക് മടുക്കുമ്പോൾ
ഞാൻ നിന്നെ അങ്ങ് പരലോകത്തേക്ക് പറഞ്ഞു വിട്ടോളാം. ഇനി നീ ഒരുത്തൻ്റെ നേർക്കും കൈ പൊക്കില്ല. വാടി ഇങ്ങോട്ട്. അയാൾ അവളെ പൊക്കിയെടുത്ത് തോളിൽ തൂക്കി. ജെന്നിയുടെ വായിൽ നിന്നും കൊഴുത്ത രക്തം ഒഴുകിയിറങ്ങി. പെട്ടെന്ന് അവളുടെ മുഖം തെളിഞ്ഞു. അവളുടെ പൊട്ടിയ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. നീ തീർന്നടാ. അവളുടെ ആ വാക്കുകൾ പീറ്റർ ഞെട്ടിത്തിരിഞ്ഞു. മുന്നിൽ തീയായി ഒരു ചെറുപ്പക്കാരൻ. പീറ്ററിൻ്റെ കണ്ണുകൾ കുറുകി. നിന്റെ കാമുകനെങ്ങാണോ ആണോടി? അല്ലടാ, എൻ്റെ പാതി, എൻ്റെ പ്രാണൻ, എൻ്റെ ദേവേട്ടൻ. വായിൽ നിറഞ്ഞ രക്തം അവൾ നിലത്തേക്ക് തുപ്പി. പുല്ല്, ഇനി ഇവനെയും തീർക്കാൻ എനിക്കാണോ യോഗം? പീറ്റർ ജെന്നിയെ നിലത്തേക്ക് നിർത്തി. നീ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. മോഹിപ്പിച്ചെങ്കിൽ നിന്നെയും കൊണ്ടേ ഞാൻ പോകൂ. അത് ശരിയാ പീറ്ററെ, നീ കൊണ്ടോണ്ടേ പോകൂ. ദേവൻ പിന്നിലേക്ക് കാൽ വലിച്ചു വെച്ചു. പിന്നെ മുന്നോട്ട് കുതിച്ചു. ഉയർന്നു പൊങ്ങി പീറ്ററിൻ്റെ മൂക്കിൻ്റെ പാലം തകർത്തുകൊണ്ട് അവൻ നിലത്തേക്ക് പറന്നിറങ്ങി. അയാളുടെ മുഖം മുഴുവൻ രക്തം നിറഞ്ഞു. ജെന്നി പുച്ഛത്തോടെ അയാളെ ഒന്ന് നോക്കി. പിന്നെ അവൾ പപ്പയുടെ അടുത്തേക്ക് ഓടി. പീറ്റർ പകയോടെ അവനെ നോക്കി. ഞാൻ ആരാണെന്നറിയോ പീറ്ററെ? നിനക്ക് കൊട്ടേഷൻ തന്ന വിഷ്ണുവർദ്ധൻ മുതലാളിയുടെ ഒരേ ഒരു പുത്രൻ. പീറ്റർ ഒന്ന് ഞെട്ടി. പക്ഷേ അച്ഛനും മോനും 2 തട്ടകത്തിലാണെന്ന് ഇപ്പം മനസ്സിലായോ? എൻ്റെ പെണ്ണിനെ കൊല്ലാൻ കൊട്ടേഷൻ തന്ന എൻ്റെ അച്ഛനെ എനിക്ക് തല്ലാൻ കഴിയില്ല. പക്ഷെ പീറ്ററെ, അതും കൂടി ചേർത്ത് നിനക്ക് ഞാൻ വിളമ്പും. ഒന്നും മിസ്സാക്കരുത്. നിന്ന് കൊണ്ടോണം. ദേവൻ പറന്നു പൊങ്ങി. അയാളുടെ 2 ചെവിയും ചേർത്ത് ശക്തിയിലടിച്ചു. പീറ്ററിൻ്റെ കണ്ണിൽ കൂടി പൊന്നീച്ച പറന്നു. എൻ്റെ പെണ്ണിനെ തന്നെ നിനക്ക് വേണം അല്ലേടാ കഴിവേറി? തരാം, ഞാൻ തന്നെ തരാടാ നിനക്ക്. എൻ്റെ പെണ്ണിൻ്റെ ഓരോ തുള്ളി രക്തത്തിനും നീ കണക്ക് പറയും പീറ്ററെ, പറയിക്കും ഞാൻ. ദേവൻ ഉയർന്നു പൊങ്ങിയും ചാടി നിവർന്നും പീറ്ററിനെ അലക്കി വെളുപ്പിച്ചു. അയാളുടെ മൂക്കിലൂടെയും വായിലൂടെയും രക്തം ഒഴുകിയിറങ്ങി. ദേവൻ്റെ കൈയുടെ ശക്തിയിൽ വയറ്റിൽ ഏറ്റയിടയിൽ അയാൾ കുനിഞ്ഞുപോയി. മോനെ. മനുവിൻ്റെ വിളിയിൽ ദേവൻ തിരിഞ്ഞു. അങ്കിൾ, മോനെ കണ്ണ, എവിടെ എവിടെ എൻ്റെ കുഞ്ഞ്? ദേവൻ കണ്ണുകൊണ്ട് കാട്ടിക്കൊടുത്തു. അവൻ്റെ ശ്രദ്ധ മാറിയ നിമിഷം പീറ്റർ കത്തി കയ്യിലെടുത്തു. പീറ്ററിൻ്റെ ആക്രമണം പെട്ടെന്നായിരുന്നു. ദേവേട്ടാ! ജെന്നിയുടെ അലർച്ച മുഴങ്ങി. ജെന്നി! ദേവൻ അലറി വിളിച്ചു. രക്തം പറ്റിയ കത്തി വലിച്ചെറിഞ്ഞു പീറ്റർ ഓടി. ചുറ്റും ആളുകൾ കൂടി.